ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും സഹായവും എല്ലാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും പ്രത്യേകം ധ്യാനിക്കേണ്ട ഒരു ബൈബിൾ വ്യക്തിത്വം തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിലെ നമ്മളുടെ നിരവധിയായ സഹോദരങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുവാൻ, അതും ഗർഭാവസ്ഥ, കുഞ്ഞിന് ജന്മം നൽകിയ അവസ്ഥ, ആ അവസ്ഥയിൽ കടന്നു പോകുവാനായി പ്രത്യേകം അത് അനുഭവിക്കുവാനായി ദൈവം അനുവദിച്ച ഒരു വ്യക്തിയാണ്. അതായത് പൂർണ്ണ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നിറവയറോടെയാണ് അമ്മ രാജ്യത്തിൻ്റെ ഉത്തരവ് പാലിക്കുവാൻ വേണ്ടി യൗസേപ്പ് പിതാവിനോടൊപ്പം ഒരുപക്ഷെ അന്നത്തെ പാവപ്പെട്ടവരുടെ വാഹനമായ കഴുതപ്പുറത്ത് അമ്മയുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട ബത്ലഹേം പട്ടണത്തിലേക്ക് പോയത്. നമ്മളറിയണം, ഒരു ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരുപക്ഷെ വലിയ പ്രളയാവസ്ഥയിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങേണ്ടി വന്ന വ്യക്തികളുടെ അവസ്ഥയ്ക്ക് തുല്യമാണ്. അമ്മ ഇങ്ങനെ പോകുമ്പോൾ അമ്മ അതുവരെ താമസിച്ചിരുന്ന ഭവനം പുറകിലുണ്ട്, വീട്ടുകാരുണ്ട്, എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. യൗസേപ്പ് പിതാവിനോടൊപ്പമാണ് പോകുന്നത്. തിരിച്ചു വരുമെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് പോയത്. എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാം വിലക്കപ്പെടുകയാണ്. അതായത് നല്ലൊരിടത്ത് കുഞ്ഞിന് ജന്മം കൊടുക്കാനാവുന്നില്ല. അതുവരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, വളരെ വേദനാജനകമായ സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്നു. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആട്ടിടയന്മാരായ വ്യക്തികൾ അടുക്കലേക്ക് ഓടി വരുന്നു. അവരോടൊപ്പം ഇടപഴകി അവർ കുഞ്ഞിനെ പരിലാളിക്കുന്നു. രായ്ക്കുരാമാനം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഒരു പ്രവാസിയായി അവിടെ നിന്ന് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ പ്രവാസത്തിലാകേണ്ടി വരുന്നു, അഭയാർത്ഥിയായി ജീവിക്കേണ്ടി വരുന്നു. അമ്മയ്ക്ക് വേണ്ടി സ്വർഗം നിശ്ചയിച്ചത്, ഉണ്ണി ഈശോയ്ക്ക് വേണ്ടി സ്വർഗം നിശ്ചയിച്ചത് ഒരു അഭയാർത്ഥി ജീവിതമായിരുന്നു. അത് 2 ആഴ്ചയോ 3 ആഴ്ചയോ നീളുന്ന ഒരു ജീവിതമായിരുന്നില്ല. വീടുണ്ടായിരുന്ന വീട് ഉപേക്ഷിച്ചുകൊണ്ട്, വീട്ടുകാരെ ഉപേക്ഷിച്ചുകൊണ്ട്, ആരുമില്ലാത്ത അറിഞ്ഞുകൂടാത്തിടത്ത് തികഞ്ഞ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ അമ്മയും യൗസേപ്പ് പിതാവും ഈജിപ്തിൽ വലിയ അഭയാർത്ഥികളായി ജീവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ വേദന കൃത്യമായി അനുഭവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം. പ്രിയമുള്ളവരെ, ആ വേദനയുടെ നടുവിൽ അമ്മ യേശുവിനെ വളർത്തുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തികൾ നടക്കുവാൻ വേണ്ടി സഹകരിക്കുകയാണ്. ഇവിടെ ഒരിടത്തും പരിശുദ്ധ അമ്മ ദൈവത്തോട് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്കെൻ്റെ വീട് വിട്ടിറങ്ങേണ്ടി വന്നു, എന്തുകൊണ്ട് എനിക്ക് അഭയാർത്ഥിയായി കഴിയേണ്ടി വന്നു, എന്തുകൊണ്ട് ഇവിടെ എനിക്ക് രണ്ടാമത് വീട് വെക്കേണ്ട അവസ്ഥ വന്നു, എന്തുകൊണ്ട് ഭാഷയറിഞ്ഞുകൂടാത്ത സ്വന്തമല്ലാത്ത ആളുകളുടെ സഹായം സ്വീകരിച്ച് ഞാനിവിടെ ജീവിക്കേണ്ടി വരുന്നു. ഇതൊന്നും ചോദിക്കാത്ത മഹത്വമുള്ള വ്യക്തിയാണ് അമ്മ. ഇത്തരം മഹത്വമുള്ള സ്വഭാവമുള്ള അമ്മയും യൗസേപ്പ് പിതാവും ഈ സമയത്ത് നമ്മുടെ ചിന്താ വിഷയമാകേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, മരിയ ഭക്തരായ എല്ലാ മക്കൾക്കും അവരുടെ മുൻപിൽ വെല്ലുവിളിയായി കടന്നു വരാറുള്ള ഒരു ചോദ്യമുണ്ട് പലപ്പോഴും. നിങ്ങൾ എന്തിന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം? ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഇത് അനുവദിച്ചിട്ടുള്ള വിഷയമാണോ? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ പതറിപ്പോകുന്ന നിരവധി പേരുണ്ട്. ഇന്ന് പലപ്പോഴും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. അവർക്ക് വളരെ നമുക്ക് ദൈവശാസ്ത്രപരമായി നൽകുവാൻ സാധിക്കുന്ന ഉത്തരങ്ങളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ആ ഉത്തരവൊന്നും വേണ്ട. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള ഇത്തരം ചോദ്യങ്ങളെ നേരിടുന്ന സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ. ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിലുള്ള ഒരു പെൺകുട്ടി, ഒരു ജീസസ് യൂത്ത് പെൺകുട്ടി എനിക്ക് എഴുതി ചോദിക്കുകയാണ്. അവളോട് അവളുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുവാൻ. അവൾക്ക്
അഭയം നൽകിയ, അവളൊരു അഭയാർത്ഥിയെ പോലെ താമസിക്കുന്ന വീട്ടിലെ ആളുകൾ അവളെ നിർബന്ധിക്കുന്നു. അവൾ പരിശുദ്ധ അമ്മയോടുള്ള അവളുടെ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന്, എന്തു ചെയ്യണമെന്ന് അവൾ എന്നോട് ചോദിക്കുന്നു. ഈ ചോദ്യം കേൾക്കുന്ന ധാരാളം പേരുണ്ട്. വളരെ നിസ്സാരമായ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉത്തരം. ഇതിന് ബൈബിൾ മുഴുവൻ നമ്മൾ പഠിക്കണമെന്നില്ല. ഒരല്പം ചരിത്രം ബോധം, നമ്മുടെ സഭയുടെ ചരിത്രം അല്പം അറിഞ്ഞാൽ മതി. അതായത് കത്തോലിക്ക തിരുസഭയിലാണ് ഈ ലോകത്തിലെ ഏറ്റവും വിശുദ്ധരായ, അതിശക്തരായ, യേശുവിനെ പോലെ ജീവിച്ച, യേശുവിനെ പോലെ പ്രവർത്തിച്ച, അത്ഭുതങ്ങൾ ചെയ്ത, അടയാളങ്ങൾ ചെയ്ത, ഈ ലോകം മുഴുവൻ നടന്ന് ആളുകളെ മാനസാന്തരപ്പെടുത്തി യേശുവിലേക്ക് കൊണ്ടുവന്ന അസാധാരണ വിശുദ്ധരുള്ളത്. നമുക്കറിയാവുന്ന വിശുദ്ധ അന്തോനീസ് ആകട്ടെ, വിശുദ്ധരായ മറ്റ് പാദ്രിപ്പിയോ ആകട്ടെ, ഇങ്ങനെയുള്ള അതിവിശുദ്ധ വ്യക്തികൾ, നമ്മളുടെ ബൈബിൾ മുഴുവൻ കലക്കി കുടിച്ച ഇത്തരം വിശുദ്ധർ, അഥവാ ബൈബിൾ മുഴുവൻ അറിയാമായിരുന്ന, വചനത്തിൽ മുഴുവൻ പ്രാവീണ്യമുണ്ടായിരുന്നവർ, രക്തസാക്ഷികളായ പല വിശുദ്ധർ, നമുക്കറിയാവുന്ന അതിബുദ്ധിമാനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തുടങ്ങി സകല ബുദ്ധിമാന്മാരായിട്ടുള്ള വിശുദ്ധന്മാരും രക്തസാക്ഷികളായവർ പോലും അറിയാമല്ലോ, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നവരിൽ ഇവരെല്ലാം മുൻപന്തിയിലായിരുന്നു. ഇവർ വചനം വായിച്ചപ്പോൾ ഇവർക്ക് ഉണ്ടാകാവുന്നൊരു സംശയം തന്നെയാണ് ഇത്. ഇവർ ദൈവവുമായി, സ്വർഗവുമായി നേരിട്ടിടപഴകിയിട്ടുള്ള മാലാഖമാരെയും സ്വർഗത്തിലുള്ളവരെയും യേശുവിനെയും ഒക്കെ പലപ്പോഴും നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഇവരെ കണ്ടവർ യേശുവിനെ കണ്ടിട്ടുണ്ട്, ഇവരെ കണ്ടവർ യേശുവിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ നിമിത്തം യേശുവിലുള്ള വിശ്വാസം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുവാൻ ഇട വന്നിട്ടുണ്ട്. ആ വ്യക്തികൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എന്തും ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാൻ മനസ്സ് കാണിച്ചിട്ടുള്ള, എല്ലാത്തിനെയും പുല്ലുപോലെ തൃണവത്ഗണിച്ചിട്ടുള്ള ഈ വ്യക്തികൾ എന്തുകൊണ്ട് ബൈബിൾ വായിച്ചപ്പോൾ ഈ സംശയമുണ്ടായപ്പോൾ ആ സംശയത്തെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന എന്തുകൊണ്ട് അവർ തുടർന്നു എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേറൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ബുദ്ധിമാന്മാരായ, ദൈവത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ, യേശു പറഞ്ഞ വാക്കുകൾ ഒരെണ്ണം പോലും തെറ്റിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ, എളിമയിലും വിശുദ്ധിയിലും ജീവിച്ച ഈ മഹത്വമുള്ള വിശുദ്ധർ എന്തുകൊണ്ട് ഈ സംശയത്തെ തരണം ചെയ്ത് മരിയ ഭക്തരായി ജീവിച്ചു എന്ന് വെറുതെ ചിന്തിച്ചാൽ മതി. അവര് അത് ചെയ്തെങ്കിൽ അതിനെന്തോ കാരണമുണ്ട്. ആ കാരണം മനസ്സിലാക്കാനുള്ള അറിവ് എനിക്കില്ല. അതുകൊണ്ട് ആ കാരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിനാൽ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മതി. ഇതാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസത്തിന് കാരണം. അതിനുശേഷം ഒരുപാട് ആളുകൾ, ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചു തന്നു എന്താണ് ദൈവശാസ്ത്രപരമായി ഇതിൻ്റെ പിന്നിലുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുവാനുള്ള ഒരു കാരണം ഇതാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ജപമാലകൾ ചൊല്ലുവാൻ, പ്രത്യേകിച്ച് ഞാൻ നടത്തുന്ന ധ്യാനങ്ങളിൽ ദൈവം എന്നെ നയിക്കുവാനായി ഭരമേൽപ്പിക്കുന്ന ധ്യാനങ്ങളാണെങ്കിലും കൺവെൻഷനുകളാണെങ്കിൽ പോലും, അത് യുവജനങ്ങളുടേതാണെങ്കിലും ഇടവകകളുടേതാണെങ്കിലും, അവിടെ ഒരു സമയമുണ്ടാക്കി, സമയം ഉള്ള ഇടവക, പ്രത്യേകിച്ച് വലിയ ധ്യാനങ്ങളിൽ ഒരു സമയമുണ്ടാക്കി ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള, ധാരാളം ജപമാലകൾ ചൊല്ലുവാനുള്ള ഒരു പരിശീലനം നൽകുവാൻ ഞാൻ പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. ഈ ഉപദേശം ആര് അന്ന് സ്വീകരിച്ച് ജപമാലകൾ ചൊല്ലുവാനും ധ്യാനിക്കുവാനും തുടങ്ങിയിട്ടുണ്ടോ, നാളുകൾക്ക് ശേഷം ആ സ്ഥലത്തുള്ളവരെ കാണുമ്പോൾ ആ ധ്യാനത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുന്നവരായി കണ്ടിട്ടുള്ളത് ജപമാല കൂടുതൽ ചൊല്ലുവാൻ തീരുമാനമെടുത്ത വ്യക്തികളിലാണ്. പ്രിയമുള്ളവരെ, ചില ഇടവകകളിലൊക്കെ ഞങ്ങൾ ധ്യാനം നടത്തിയിട്ട്, യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനം നടത്തിയിട്ട് പോയി കഴിയുമ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് പോലും അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ആ ധ്യാനത്തിന് ശേഷം അവരുടെ മക്കൾ ജപമാല ചൊല്ലുകയാണ്, അതുകൊണ്ട് അവർ ആ ഫെയ്ത്തിൽ നിന്ന് പോകുന്നില്ല. അതായത് നമ്മുടെ വിശ്വാസത്തിൽ താഴെ പോകാതെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു ധ്യാനമൊക്കെ കൂടി ആവേശമൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകും. എന്നാൽ വിട്ടുപോകാതിരിക്കുവാനായിട്ടുള്ളൊരു പിടിവള്ളിയായി ജപമാല ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം
ഞാൻ എൻ്റെ കുടുംബത്തിൽ കണ്ട ജപമാല ഭക്തിയാണ്. എനിക്കറിയാവുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ ഡോക്ടർ ജോൺ ഡി, അദ്ദേഹം നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞുള്ള അറിവാണ് എനിക്കുള്ളത്. ചേട്ടനാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അമ്മയും ചേട്ടനും മമ്മിയും ചേട്ടനും പറഞ്ഞിട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറയാം. ഒരു ദിവസം 35ഓളം ജപമാലകൾ ചൊല്ലുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഏത് സമയവും അദ്ദേഹം ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും. വീട്ടിലുള്ള ചില കാര്യങ്ങൾ, ജോലിയിൽ സഹായിക്കുമ്പോൾ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ പോലും ഈ ചുണ്ടുകൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായി കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്, മമ്മി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യനെ കണ്ടാണ് എൻ്റെ അമ്മ വളർന്നതെന്നുള്ളത് കൊണ്ട് എൻ്റെ അമ്മ, എനിക്കറിയാം, ഞങ്ങൾ കണ്ടിട്ടുണ്ട് അനേകം ജപമാലകൾ വീട്ടിൽ ചൊല്ലുന്ന, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്ന, രോഗം വന്ന് പ്രാർത്ഥിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന ആ സാഹചര്യം വരെ അമ്മ സ്ഥിരമായി മുടക്കാതിരുന്നൊരു കാര്യമാണ് ജപമാല. അമ്മ ചെറുപ്പത്തിലെ ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം അനേകം 4ഉം 5ഉം ജപമാലകൾ ആ യാത്രയിൽ ചൊല്ലിത്തീർക്കും. പോകുമ്പോഴും വരുമ്പോഴും നിരവധി ജപമാലകൾ ചൊല്ലും. വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ജപമാലകൾ ചൊല്ലും. ഇങ്ങനെ ജപമാലകൾ ചൊല്ലുന്നത് നിമിത്തം ഇവരുടെ ഭക്തി ഇവരിൽ നിലനിൽക്കുന്നതും തീവ്രമാകുന്നതും പ്രത്യേകിച്ച് യേശുവിനോടുള്ള ഇവരുടെ സ്നേഹം വർദ്ധിക്കുന്നതുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഞാൻ കാണുന്നു, എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം നിരന്തരം ജപമാലകൾ ചൊല്ലുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ അനേകം ജപമാലകൾ അദ്ദേഹം എല്ലാ ദിവസവും ചൊല്ലും. വളരെ അത്ഭുതകരമായ എണ്ണം ജപമാലകൾ ചൊല്ലുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പരിചയമുള്ളവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. നിരന്തരം ജപമാലകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ നിരന്തരം ധാരാളം ജപമാലകൾ ചൊല്ലുന്ന ഒരു പാരമ്പര്യം നിലനിൽക്കുന്നത് കൊണ്ട് ജപമാലയിലേക്ക് വരുവാനുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ഇത് തുടങ്ങാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെറുപ്പത്തിൽ ഒരു പ്രാർത്ഥനയും കർത്താവിലേക്ക് വന്നെങ്കിലും എവിടെയെങ്കിലും ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാനുള്ള അച്ചടക്കം എനിക്കില്ലായിരുന്നു. അത് കാരണം പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന സമയത്ത് അവസാനം ഞാനൊരു തീരുമാനമെടുത്തത് ജപമാല ചൊല്ലിത്തുടങ്ങാം. അങ്ങനെ ഞാൻ ഒരു വിശ്വാസ പ്രമാണവും സ്വർഗസ്വനായ 3 നന്മ നിറഞ്ഞ മറിയം അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു രഹസ്യം ചൊല്ലിയിട്ടേ ഉറങ്ങൂ എന്ന് വെച്ചു. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു രഹസ്യം കൂടെ ചൊല്ലാം എന്ന അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഒരു ജപമാല മുഴുവൻ ചൊല്ലാനുള്ളൊരു കരുത്തിലേക്ക് ഞാൻ വന്നു. അതിനുശേഷം പിന്നീട് അതിനെ പതുക്കെ ഒരു മാസം കഴിഞ്ഞ് 2 ജപമാലയായി, 3 ജപമാലയായി, 4 ജപമാല ചൊല്ലാതെ ഉറങ്ങില്ല എന്നായി. സാധാരണ ചെറുപ്പത്തിൽ ഞാൻ കിടന്നാൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ പലതുമൊക്കെ ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊക്കെ ഉറങ്ങൂ. എന്നാൽ പിന്നീട് ഈ ആലോചനയുടെ സമയം, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയം ദൈവം എന്നെ ജപമാല ചൊല്ലുവാനുള്ള സമയമാക്കി പരിവർത്തനം ചെയ്തു തന്നു. അങ്ങനെ ജപമാല ചൊല്ലി ഉറങ്ങുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ജപമാല ചൊല്ലാൻ പറ്റി. ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെ പിന്നീട് എനിക്കും ഈശോ ജപമാലകൾ ചൊല്ലുവാനുള്ള വലിയൊരു കൃപ തന്നു. അതിനുശേഷമാണ് ഈ ജപമാലകൾ ചൊല്ലുവാനായി ഞാൻ എടുത്ത കുറേ സമയം പരിചയമായി കഴിഞ്ഞപ്പോൾ അതുപോലെ വേറെ എവിടെയെങ്കിലും പകലിരുന്ന് ജപമാലകൾ ചൊല്ലാൻ എനിക്ക് മടിയില്ലാതായി. അങ്ങനെ ജപമാലകൾ ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജപമാലയുടെ സമയത്ത് ഈശോയോട് പ്രാർത്ഥിക്കുവാനുള്ള അവസരം കിട്ടി. അങ്ങനെ ജപമാലയും ഈശോയോടുള്ള പ്രാർത്ഥനയും എനിക്ക് ഒരുപോലെയാകാൻ തുടങ്ങി. അങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന ഒരു ഗ്രേസ് എന്നിലേക്ക് വന്നു. ഓർക്കുക, ജപമാലയിൽ പിടിച്ചു തുടങ്ങിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഭക്തി അഭ്യാസത്തിലൊന്നും നിലനിൽക്കുമെന്ന് എന്നെ അറിയാവുന്ന ആരും വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴും വിശ്വസിക്കാൻ സാധ്യത കുറവാണ് ചിലരെങ്കിലും. പ്രിയമുള്ളവരെ, ഈ ഒരു നിലനിൽപ്പിൻ്റെ പിന്നിൽ എനിക്ക് പറയാനുള്ളത് അമ്മയുടെ അനുഗ്രഹം മാത്രമാണ്. ദൈവജന മാതാവ് എന്ന ഒരു മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്തൊരു ദേവാലയത്തിലാണ് എൻ്റെ ഇടവക. ആ ഇടവകയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വിശ്വാസം, ആ അമ്മയോടുള്ള പ്രാർത്ഥന എന്നെ യേശുവിലേക്ക് അടുപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത്, ഇതുപോലെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സുഹൃത്തിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണം. അമേരിക്കയിലുള്ള എൻ്റെ അടുത്ത ഒരു സ്നേഹിതനായ ജോസ് ആൻ്റണി. അദ്ദേഹം, ഞാൻ ദുബായിലായിരിക്കുന്ന സമയത്ത് അവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ദുബായിലെ കരിസ്മാറ്റിക് നവീകരണത്തിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നൊരു മനുഷ്യൻ.
ഈ മനുഷ്യനോടൊപ്പം ഞാൻ എപ്പോൾ യാത്ര ചെയ്താലും ഞാൻ സാധാരണ കൊന്ത ചൊല്ലാറുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്നെയും കൂടെ ഉൾപ്പെടുത്തി ഇദ്ദേഹം കൊന്ത ആരംഭിക്കും. ഇദ്ദേഹത്തിൻ്റെ ജീവിതചര്യയിൽ ഒരു പ്രധാന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂറൊക്കെ കാറിൽ യാത്ര ചെയ്യണം എല്ലാ ദിവസവും ഓഫീസിൽ പോകുവാനും വരുവാനും. അങ്ങനെ ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴുമുള്ള ഈ സമയങ്ങളിലെല്ലാം ഇദ്ദേഹം ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ ദൈവകൃപയാൽ അദ്ദേഹം ദുബായിലായിരുന്നപ്പോൾ ദിവസേനയുള്ള കുർബാന മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും ഇദ്ദേഹം ഈ വണ്ടിയിൽ പോവുകയും വരികയും ചെയ്യുന്ന സമയങ്ങളിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വാഹനത്തിൽ തന്നെ അദ്ദേഹം ഒരു 7-8 ജപമാല ചൊല്ലുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അല്ലാതുള്ള സമയങ്ങളിൽ അദ്ദേഹത്തെ പിന്നീട് എനിക്കറിയാവുന്നത്, അദ്ദേഹം എവിടെയെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റിന് പോകണമെങ്കിൽ ആ അപ്പോയിൻമെൻറ്റിന് മുമ്പ് അദ്ദേഹം ഒരു 4 ജപമാല ചൊല്ലിയിട്ടേ പോകത്തുള്ളൂ. അദ്ദേഹം വേറെന്തെങ്കിലും ഒരു ഓഫീസിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകണമെങ്കിൽ ഒരു 4 ജപമാല ചൊല്ലിയിട്ടേ അദ്ദേഹം ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകത്തുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് തീരുമാനിക്കാവൂ. അറിയേണ്ട ഒരു കാര്യം ഇതാണ് പ്രിയമുള്ളവരെ, ഇങ്ങനെ ജീവിച്ച ഈ മനുഷ്യന് പെട്ടെന്ന് ദുബായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കമ്പനി പ്രമോഷൻ കൊടുത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിൽ പോകുവാനുള്ള ഓഫർ സ്വീകരിക്കുന്നില്ല. പകരം അദ്ദേഹം ജപമാല ചൊല്ലുകയാണ്. എന്താണ് ജപമാല ചൊല്ലുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ദൈവഹിതമാണ് എന്ന് ഉറപ്പ് വരണം. ഞാൻ അമേരിക്കയിൽ പോയാൽ നശിച്ചു പോകത്തില്ല, കർത്താവിൻ്റെ മകനായി തന്നെ ജീവിക്കും, എൻ്റെ കുടുംബം അങ്ങനെ തന്നെ ജീവിക്കും എന്നെനിക്ക് ഉറപ്പ് വരണം. ഇവിടെ ജീവിക്കുന്നത് എനിക്ക് വലിയ കാര്യം തന്നെയാണ്, ഞാൻ ദുബായിൽ കഴിഞ്ഞോളാം, പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിലേ എനിക്ക് അമേരിക്കയിൽ പോകേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കാൻ വിസമ്മതിച്ച് അപ്പോഴും ജപമാല ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരം വ്യക്തികളുടെ സ്വാധീനം ജപമാല മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിക്കുവാനുള്ള എൻ്റെ പ്രചോദനം വർദ്ധിപ്പിക്കുക. കാരണം ഈ ജപമാല ഒറ്റ കാരണത്താൽ അദ്ദേഹം യേശുവിലുള്ള വിശ്വാസത്തിൽ ദൃഢമായിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഹിതം ജീവിതത്തിൽ നടക്കണമെന്നതിന് അസാധാരണമായ വിധം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞനുഭവം പറയാം. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കസേരയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ജപമാല ചൊല്ലാനായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അവൻ കാണും ഞാൻ ജപമാല ചൊല്ലുന്നത്. അവനിടയ്ക്ക് എൻ്റെ തോളത്തൊക്കെ വന്ന് കയറും, ഇറങ്ങിപ്പോകും. ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അവൻ കൊന്ത വാങ്ങിച്ചുകൊണ്ട് പോകും, കുറച്ച് കളിച്ചിട്ട് തിരിച്ചു കൊണ്ട് എൻ്റെ കയ്യിൽ വീണ്ടും തരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് എപ്പോഴോ ഇവൻ എൻ്റെ അടുത്ത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യം ഉന്നയിച്ചു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, യു ആസ്ക് ജീസസ്, ഹി വിൽ ഗിവ് യു. നീ കർത്താവിനോട് കർത്താവ് നിനക്ക് തരും. ഓക്കെ എന്ന് ഞാൻ അവനോട് പറയുകയാണ്. ഇത് പറഞ്ഞത് ഇവൻ കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവനെ കണ്ടില്ല. ഞാൻ നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് കണ്ടൊരു കാഴ്ച ഇതാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ജപമാല ഇവൻ എവിടെ നിന്നോ പൊക്കി. എന്നിട്ട് ഇവൻ ഇത് എടുത്തിട്ട് ഞാനിരിക്കുന്ന കസേരയിൽ പോയി ഇരുന്നിട്ട് ഈ ജപമാല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, കുഞ്ഞാണ്. പക്ഷേ ഇദ്ദേഹം ഇരിക്കുക. ഞാൻ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഐ എം പ്രേയിങ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ ആ ജപമാല എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ. ഇത് നമ്മളുടെ ക്രൈസ്തവ ഭവനങ്ങളിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നമ്മളുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെ ജപമാല അറിഞ്ഞു ചൊല്ലണം. മക്കളോട് പ്രത്യേകം കുഞ്ഞിനെ പറഞ്ഞ് വളർത്തണം. പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോയെ സ്നേഹിക്കാൻ അമ്മ കൃപ വാങ്ങിച്ചു തരും. ഇത് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവും. എന്തിനാണ് നമ്മൾ ജപമാല ചൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ മക്കൾക്ക് വ്യക്തമായി പറയണം, നമ്മളുടെ വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഈശോയുടെ ജീവിതത്തിലെ 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അത് ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മയോടുകൂടെ ഇരുന്നാണ്. അതാണ് ജപമാല. അല്ലാതെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് ജപമാല എന്ന് നിങ്ങൾ പറയരുത്. അതിൽ ഈശോയുടെ പ്രാധാന്യം എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, നമ്മളുടെ വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5 കാര്യങ്ങൾ, ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച 5 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും, അതിനെക്കുറിച്ച് ആലോചിക്കും. അത് ആലോചിക്കാൻ നമ്മൾ ഇരിക്കുന്നത് ഈശോയ്ക്ക് ജന്മം നൽകി ഈ ലോകത്തിൽ ഈശോയെ നമുക്ക് വേണ്ടി നൽകിയ പരിശുദ്ധ മാതാവിനോടൊപ്പമാണ്. എന്നിട്ട് പറയണം, നമ്മുടെ വീട്ടിൽ നമ്മുടെ വിശ്വാസം ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റുപറയും. അതിനാണ് നമ്മൾ വൈകുന്നേരം ഇരിക്കുന്നത്. നമ്മൾ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, ഈശോയിൽ വിശ്വസിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നത്, സഭയിൽ വിശ്വസിക്കുന്നത്, നമ്മൾ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഏറ്റുപറയും. ഇതിനാണ് നമ്മൾ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത് എന്ന് കുഞ്ഞിനോട് പറയണം. അതിനുശേഷം കുഞ്ഞിനോട് പറയണം,
ഈ ജപമാല നമ്മൾ അവസാനം പ്രാർത്ഥിക്കുന്നില്ലേ? ലുത്തീനിയയില്ലേ? ഈ ലുത്തീനിയയിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞെ, നിനക്കറിയാമോ? അമ്മയെ നമ്മൾ ചുമതലപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാൻ. അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അമ്മ നമുക്ക് വേണ്ടി, നമ്മൾ കുറെ ജപമാല ചൊല്ലി നമ്മൾ മാറുമ്പോൾ പിന്നെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും ഈശോയുടെ അടുത്ത്. നമ്മൾ നമ്മുടെ ജോലിയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കും. അമ്മയുടെ പ്രാർത്ഥനകളോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥനകൾ വെക്കണം. അതിനുശേഷം കുഞ്ഞുങ്ങളെ വചന വായനയൊക്കെ കഴിഞ്ഞിട്ട് അല്പസമയം ഇരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ പറയണം. ജപമാല കഴിഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കാൻ പറയണം. അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയിൽ വളരുന്നത് എങ്ങനെയെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, എന്നിട്ട് കുഞ്ഞിന് വ്യക്തമായിട്ട് ഇടയ്ക്ക് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞിൻ്റെ വിശ്വാസത്തെ കള്ളൻ വന്ന് മോഷ്ടിക്കുവാൻ ഇടയുണ്ട്. നമ്മൾ പറയണം, ജപമാല കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോ മിശിഹായെ സ്തുതിക്കുക. ഓരോ വ്യക്തികളോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്ന കാഴ്ചയാ ഇതൊക്കെ. ഇതിൻ്റെ ഈശോയുടെ പ്രാധാന്യം, ജപമാലയിലുള്ള ഈശോയുടെ പ്രാധാന്യം ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഓ എൻ്റെ ഈശോ എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ? അമ്മയുടെ കൂടെ ഇരുന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നതാണ്. എന്നെ നരകത്തിൽ കൊണ്ടുപോകല്ലേ, എന്നെ പോകാൻ അനുവദിക്കല്ലേ, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു കളയണം. അമ്മയുടെ അടുത്ത് നമ്മൾ പറയുന്നത് മരിക്കുമ്പോൾ ഈശോ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി, മരണസമയത്തിന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് ഈ ബോധ്യങ്ങളിൽ അടിയുറച്ചു കഴിഞ്ഞപ്പോഴാണ്. നമ്മളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ടത് ഈ ഇത്തരം ബോധ്യങ്ങളിൽ അടിയുറയ്ക്കുമ്പോഴാണ്. മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ളവർ പ്രാർത്ഥിക്കുന്നത് അവർ കാണണം. ഏതെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതിന് മുൻപ്, ഏതെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, കാനായിലെ കല്യാണ വീട്ടിൽ കാര്യസ്ഥയായിരുന്ന അമ്മയുടെ അടുക്കൽ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കണം. അവിടെ കുഞ്ഞുങ്ങളുമായി വട്ടം കൂടിയിരുന്ന ഒരു ജപമാല ചൊല്ലി അതിനുശേഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഡിസിഷൻ കിട്ടുവാൻ വേണ്ടി നമ്മൾ ഈശോയോട് പറയണമെന്ന് അമ്മയോട് പറഞ്ഞതിന് ശേഷം നമ്മൾ ഈശോയെ ആരാധിക്കണം. അങ്ങനെ ജപമാലയ്ക്കു ശേഷം കുറച്ച് സമയം വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുവാൻ. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഒരു ജീവിതം നമ്മൾ ആരംഭിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കുന്നതായിട്ടൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം വരും. അവർ അമ്മയോടൊപ്പം ഈശോയെ ആരാധിക്കുന്നതിനെ കുറിച്ച് ബോധ്യം വരും. നമ്മുടെ വിശുദ്ധ അന്തോനീസ് ഒക്കെ ഈശോയെ ആരാധിക്കുന്നത് അമ്മയോടൊപ്പമായിരുന്നു. അത് ഓർത്തുകൊള്ളുക. ഈശോയെ ആരാധിക്കുന്ന ആ അനുഭവം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്ന അനുഭവം കുഞ്ഞിലെ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ട് ജപമാല ചൊല്ലുമ്പോൾ തന്നെ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണം. ഈശോ അമ്മ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഉപദേശം എന്താണെന്ന് അറിയാമോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് ആ ഉപദേശം? ഈശോ പറയുന്നത് ചെയ്യുക. അമ്മയ്ക്ക് ഒരു കാര്യമേ നമ്മളോട് പറയാനുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, മാതാവിന് എന്താ നമ്മളോട് പറയാനുള്ളത്? അപ്പോൾ കുഞ്ഞുങ്ങൾ പറയും, ഈശോ പറയുന്നത് അനുസരിക്കണം, ഈശോ പറയുന്നത് അനുസരിക്കണം. മാതാവിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്? ഈശോ പറയുന്നത് അനുസരിക്കണം. ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലാണ് ഇടപെടുന്നതെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു മരിയൻ അനുഭവമായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ചെറുപ്പം മുതൽ അമ്മയുടെ കരം പിടിച്ച് യേശുവിലേക്ക് പോകുവാൻ മക്കളെ പഠിപ്പിച്ചാൽ നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ അമ്മയും യേശുവും അവർക്ക് കൂട്ടുണ്ടാകും. അമ്മയുടെ പ്രാർത്ഥനയാൽ യേശു ഇറങ്ങി പ്രവർത്തിക്കാൻ ഇടവരും. അമ്മയിൽ കൃപകൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കറിയാം. കാരണം അമ്മയ്ക്കുള്ളൊരു വരമാണ് നന്മ നിറഞ്ഞവൾ, ദൈവകൃപ നിറഞ്ഞവൾ എന്നാണ് വചനം പറയുന്നത്. ദൈവകൃപ നിറഞ്ഞവൾ. ആ ദൈവകൃപ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോ ഏതെങ്കിലും ഒരു കൃപ ആർക്കെങ്കിലും കൊടുത്താൽ ആ കൃപ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് യേശു കൊടുക്കുന്നത്. ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ദാനമായി നിങ്ങൾക്ക് കിട്ടി, അത് ദാനമായി കൊടുക്കുക. ഈ കൃപ എന്ന് പറയുന്നത് എപ്പോഴും ദാനമാണ്, അറിഞ്ഞോണം. അൺമെറിറ്റഡ് ഫേവറാണ്, നമുക്ക് ദാനമായി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അമ്മയ്ക്കും ദാനമായി തന്നെ കിട്ടിയതാണ്. ഈശോ ദൈവം, പിതാവായ ദൈവം ഈശോ അത് അറിഞ്ഞു കൊടുത്തതാണ്, അമ്മയ്ക്ക് ദാനമായി കൊടുത്തതാണ്. എന്താണ് കൃപ? കൃപ നിറഞ്ഞിരിക്കുന്ന കൃപയാണ് അമ്മയ്ക്ക്. ആ കൃപ കാരണം അമ്മയിലുള്ള കൃപ അമ്മ ആർക്കെങ്കിലും കൊടുത്താലും അമ്മയെക്കുറിച്ച് ദൈവം പറഞ്ഞ ആ വചനം വീണ്ടും നിറവേറും. എന്താണ് ആ വചനം? കൃപ നിറഞ്ഞവൾ.
അപ്പോൾ വീണ്ടും അമ്മയ്ക്കൊരിക്കലും കൃപയ്ക്ക് കുറവുണ്ടാകത്തില്ല. അമ്മ നമ്മളുമായി ദൈവത്തിൻ്റെ എന്ത് കൃപയെടുത്ത് പങ്കുവെച്ചാലും, അമ്മയ്ക്ക് ദാനമായി കിട്ടിയത് അമ്മ നമുക്ക് ദാനമായി തന്നാലും, ആ ദാനത്തിൽ അമ്മയ്ക്ക് പിന്നെയും ഒരു കുറവ് ഉണ്ടാവുകയില്ല. കാരണം സ്വർഗം അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീ എപ്പോഴും കൃപ നിറഞ്ഞവളാണ്. അത് കാരണം അമ്മ കൃപയുടെ ഒരു ഭണ്ഡാരമാണ്. അമ്മയ്ക്ക് ഈശോയുടെ നാമത്തിൽ ഈശോ നൽകിയിരിക്കുന്നതായിട്ടുള്ള പ്രത്യേകമായ കൃപകളെല്ലാം നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റും. അതമ്മ ചെയ്യുകയും ചെയ്യും. അമ്മയുടെ സ്വഭാവം ഈ ഭൂമിയിൽ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് ഇന്ന് കുടുംബങ്ങളിലിരുന്ന് എന്നെ കേൾക്കുന്നവർ അറിയേണ്ട ഒരു കാര്യം, ഈശോയെ ആരാധിക്കുവാൻ മാതാവിനോടൊപ്പം ചേരുന്ന ഒരു കുടുംബമായി നമുക്ക് മാറണം. മാതാവിനെ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ഈശോയെ മാതാവിനോടൊപ്പം ആരാധിക്കുക എന്നതാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ പൂജ രാജാക്കന്മാർ ചെയ്തത് ബൈബിളിൽ കാണുന്നു. ജ്ഞാനികൾ ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ടു, അവനെ ആരാധിച്ചു. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിലെ ജപമാലയിൽ അതാണ് സംഭവിക്കുന്നത്. നമ്മൾ യേശുവിനെ, അവൻ്റെ ജീവിതത്തെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കാണുന്നു. നമ്മൾ യേശുവിനെ ആരാധിക്കുന്നു. ഈ വലിയ ആരാധനയുടെ അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ജപമാലകളിൽ പ്രതിഷ്ഠിതമായ കുടുംബങ്ങൾ എന്നും വിശ്വാസത്തിൽ നിലനിൽക്കും. ഈ കുടുംബത്തിലെ മക്കളും നിലനിൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവമേ, കൃപകൾ നിറഞ്ഞ കൃപയുടെ ഭണ്ഡാരമായ ഒരമ്മയെ നീ ഞങ്ങൾക്ക് സഹായമായി തന്നുവല്ലോ. അമ്മയിൽ നിന്ന് ഈശോയുടെ കൃപകൾ, ഈശോ നൽകിയിരിക്കുന്ന വിശിഷ്ട വരങ്ങൾ ഞങ്ങളിലേക്ക് ഒഴുകി വരുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ, വിശുദ്ധരെ പോലെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ പഠിപ്പിക്കുവാനും സഹായിക്കുവാനും കൂടെ നടക്കുവാനും ഞങ്ങളുടെ ജീവിതാന്ത്യത്തോളവും അതിനുശേഷം നിത്യതയിലും അമ്മയോടൊപ്പം ഈശോയെ സ്നേഹിച്ചാരാധിച്ച് പരിശുദ്ധ ത്രിത്വത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.